ലോകം മുഴുവൻ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി കാണുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടി അഥവാ ലിബർട്ടി എൻലൈറ്റിംഗ് ദ വേൾഡ് പ്രതിമയുടെ കയ്യിലെ തീമ്പന്തവും തലയിലെ കിരീടവും സാത്താനായ ലൂസിഫറാണെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഇതിന്റെ യഥാർത്ഥ ചരിത്രം? കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അമേരിക്കയും ഫ്രാൻസും തമ്മിലുള്ള ചരിത്രപരമായ സൗഹൃദത്തിന്റെ ഓർമ്മയ്ക്കായി ഫ്രഞ്ച് രാഷ്ട്രീയ ചിന്തകനായ എഡ്വേർഡ് റെനെ ഡി ലാബോലെയാണ് ഈ വലിയ ആശയത്തിന് പിന്നിൽ മുൻകൈയെടുത്തത്. അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികാഘോഷ വേളയിൽ ഫ്രഞ്ച് ജനതയുടെ സൗഹൃദ സമ്മാനമായി പ്രതിമ നൽകാമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഫ്രഞ്ച് സർക്കാരിന്റെയും ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെയും പിന്തുണയോടെയാണ് ഇത് സാക്ഷാത്കരിച്ചത്. ഈ പ്രതിമ രൂപകൽപ്പന ചെയ്ത പ്രധാന ശില്പി ഫ്രെഡറിക് അഗസ്റ്റ് ബാർത്തോൾഡിയാണ്. ഇതിന് വലിയ സ്റ്റിൽ ഫ്രെയിമുകൾ രൂപകൽപ്പന ചെയ്തത് ഈഫൽ ടവർ നിർമ്മിച്ച ഗുസ്താവ് ഈഫൽ ആണ്. ആദ്യം ഫ്രാൻസിലെ പാരീസിൽ നിർമ്മിച്ച ഈ പ്രതിമ ഒറ്റയടിക്ക് കൊണ്ടുപോകാൻ കഴിയാത്തതിനാൽ 350 വ്യക്തിഗത കഷ്ണങ്ങളായി അഴിച്ചുമാറ്റി തുടർന്ന് 214 വലിയ മരപ്പെട്ടികളിലായി ഭദ്രമായി പാക്ക് ചെയ്ത് കപ്പൽ മാർഗമാണ് അമേരിക്കയിൽ എത്തിച്ചത്. ഒടുവിൽ ന്യൂയോർക്ക് ഹാർബറിലെ ലിബർട്ടി ഐലൻഡിൽ എത്തിച്ച് ഈ കഷ്ണങ്ങളെല്ലാം വീണ്ടും കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. 1886 ഒക്ടോബർ 28-നാണ് ഇത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ഈ പ്രതിമയുടെ മുഖം നിർമ്മിക്കാൻ ശില്പി ബാർത്തലോഡിക്ക് പ്രചോദനമായത് 2 സ്ത്രീകളാണ്. പ്രതിമയുടെ മുഖത്തിന്റെ മുഖ്യ രൂപം ശില്പിയുടെ സ്വന്തം അമ്മയായ ഷാർലൽ ബാർത്തോഡിയുടേതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ റിപ്പബ്ലിക്കിന്റെ ദേശീയ പ്രതീകമായ സാങ്കല്പിക സ്ത്രീരൂപമാണ് മാരിയൻ. ഈ 2 സങ്കല്പങ്ങളും ചേർത്താണ് ഈ സുന്ദരമായ ശില്പം അദ്ദേഹം തീർത്തത്. ഈ പ്രതിമയുടെ തലയിലെ കിരീടത്തിൽ 7 നീളമുള്ള മുലകൾ കാണാം. ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളെയും 7 കടലുകളെയും, അതായത് ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും സ്വാതന്ത്ര്യത്തിന്റെ പ്രകാശം എത്തിക്കുന്നു എന്ന വലിയ ആശയമാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. ഈ കിരീടവും തീമ്പന്തവും ശില്പിയെടുത്തത് പൗരാണിക ഗ്രീക്ക് റോമൻ പുരാണങ്ങളിലെ സൂര്യദേവനായ ഹീലിയോസിനെ അടിസ്ഥാനമാക്കിയാണ്. ലോകത്തിന് വെളിച്ചം നൽകുന്ന സ്വാതന്ത്ര്യം എന്നതായിരുന്നു ഇതിന്റെ യഥാർത്ഥ ആശയം. ഈ ആശയത്തിന് മുൻകൈ എടുത്തവരും ശില്പിയും ഫ്രീമൻസൺ സംഘടനയുമായി ബന്ധമുള്ളവരായിരുന്നു. ചാരിറ്റിയും സാഹോദര്യവും ലക്ഷ്യമിടുന്ന ഈ കൂട്ടായ്മ ഒരിക്കലും സാത്താനെ ആരാധിക്കുന്നവരല്ല. എന്നാൽ ഗ്രീക്ക് പുരാണങ്ങളിലെ ഹീലിയോസ് ദേവന്റെ രൂപത്തെ അടിസ്ഥാനമാക്കിയാണ് പിൽക്കാലത്ത് യൂറോപ്യൻ കലാകാരന്മാർ ലൂസിഫറേയും കയ്യിൽ തീപ്പന്തമുള്ളതായി വരച്ചുണ്ടാക്കിയത്. അതായത് രണ്ടിന്റെ രൂപങ്ങൾ തമ്മിൽ സാമ്യം തോന്നാൻ കാരണം രണ്ടും ഒരേ പൗരാണിക പ്രകാശ സങ്കല്പത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടത് കൊണ്ടാണ്. ചിന്തിച്ചു നോക്കൂ, ഒരു അമ്മയുടെ സ്നേഹവും ഫ്രഞ്ച് ജനതയുടെ സൗഹൃദവും അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മയെ ചേർത്ത് പിടിച്ച് ലോകത്തിലെ 7 കടലുകളിലേക്കും ഭൂഖണ്ഡങ്ങളിലേക്കും വെളിച്ചം വീശാൻ നിർമ്മിച്ച ഈ പ്രതിമയാണ് വെറും മ്യൂസിനും തെറ്റായ പ്രചാരണങ്ങൾക്കും വേണ്ടി ചില സാത്താനുമായി കൂട്ടിയിണക്കി ഇത്തരം കോൺസ്പിറസി തിയറികൾ ഉണ്ടാക്കിയത്. ചരിത്രത്തെയും കലയും തെറ്റായ കണ്ണുകളിലൂടെ കാണാതെ അതിന്റെ യഥാർത്ഥ സൗന്ദര്യത്തെ നമുക്ക് തിരിച്ചറിയാം.